സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, ദുഃഖത്തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ, നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. സ്നേഹമായ ഈശോയെ, അനന്ത നന്മയായ കർത്താവേ, അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ ഒരു നിമിഷം കർത്താവ്, അങ്ങേ ദിവ്യ സ്നേഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് നിറയ്ക്കണമേ. അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സുരക്ഷിതരാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തെയും അതിൻ്റെ എല്ലാ ഉയർച്ചകളോടും താഴ്ചകളോടും കൂടി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈ കരുണയുടെ മണിക്കൂറിൽ കർത്താവെ ഞങ്ങൾ അണയുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന വലിയ കൃപയുടെ ഈ നിധിയെ, കരുണയുടെ ആഴങ്ങളെ തിരിച്ചറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ ദിവ്യ സ്നേഹത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആ കരുണയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ വാരത്തിലെ ഈ ദിവസം ചൊവ്വാഴ്ച കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കൂടുതൽ സ്നേഹത്തോടെ അണയുവാനും അവിടുത്തെ കാരുണ്യം കൂടുതൽ ആഴത്തിൽ അനുഭവിക്കുവാനും നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ ഒരു വിശുദ്ധ വാരം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുവാനാണ്. വചനം മുഴുവനും ഓരോ വിശ്വാസികളെയും വിളിക്കുന്നത് പൂർണ്ണമായ ദൈവാശ്രയത്തിലേക്കാണ്. എന്തുകൊണ്ടാണ് കർത്താവ് മനുഷ്യനായി ഭൂമിയിൽ പിറന്നത്? മനുഷ്യന് സ്വയം രക്ഷിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഇന്നത്തെ ലോകവും ഇന്നത്തെ സംസ്കാരങ്ങളും ആശയങ്ങളും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെ തന്നെ രക്ഷിക്കുവാനാണ്. മറ്റാരിലും ആശ്രയിക്കാതെ എനിക്കൊരു ദൈവത്തെ വേണ്ട, എനിക്കൊരു രക്ഷകനെ വേണ്ട, എനിക്ക് എന്നെ തന്നെ രക്ഷിക്കാൻ കഴിയും എന്ന ഒരു ബോധ്യത്തിൽ മുന്നോട്ട് പോകുവാനാണ് ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാൻ സാധിക്കില്ല. നമുക്ക് ഒരു രക്ഷകനെ ആവശ്യമുണ്ട്. സങ്കീർത്തനം 46 നമ്മൾ വായിക്കുന്ന ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. വീണ്ടും നമ്മൾ വായിക്കുകയാണ്, ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നഗരത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ടൊഴുകുന്നൊരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു, അതിനിളക്കം തട്ടുകയില്ല. വീണ്ടും അതിനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, സൈന്യങ്ങളുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ജീവിതത്തിലെ പല കോളിളക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ജീവിതത്തിലെ പല ഉയർച്ചകളും താഴ്ചകളും നമുക്കറിയാം. ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്, നിസ്സഹായപ്പെടുന്നുണ്ട്. പലപ്പോഴൊക്കെയും നമ്മൾ വിചാരിക്കുന്നത് പോലെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നില്ല. പക്ഷേ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ നേരങ്ങളിലൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും ദൈവത്തെ ആശ്രയിക്കുന്നുണ്ട്. അതോ സ്വന്തം കഴിവിൽ, സ്വന്തം കരബലത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും നേരിടാം, എല്ലാത്തിനുമുള്ള എൻ്റെ കയ്യിലുണ്ട്, ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും നേരിടാൻ തക്ക അറിവ് എനിക്കുണ്ട്, പ്രാപ്തി എനിക്കുണ്ട് എന്ന ബോധ്യത്തിൽ
പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എപ്പോഴൊക്കെ പ്രിയമുള്ളവരെ മനുഷ്യൻ സ്വയം രക്ഷിക്കാൻ പരിശ്രമിച്ചുവോ അവിടെയെല്ലാം മനുഷ്യൻ നാശം കണ്ടിട്ടേ ഉള്ളൂ. ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വന്തം കഴിവിൽ ആശ്രയിച്ച ഓരോ വ്യക്തിയും സ്വന്തം നശ്വരതയിൽ തന്നെ തടഞ്ഞ് വീണുപോയി. കർത്താവ് പോലും കുരിശിൻ്റെ വിരിമാറിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് എങ്ങനെയാ? പിതാവേ, അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങേ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ആ കുരിശിൽ ആണികളാൽ തറയ്ക്കപ്പെട്ട് കർത്താവ് തൻ്റെ ശിരസ് പിതാവിൻ്റെ കരങ്ങളിലേക്ക് ചായ്ച്ചുകൊണ്ട് പറഞ്ഞു, പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഏറ്റവും വലിയ ഒരു സമർപ്പണമാണത്. ആ കുരിശിൽ കിടന്ന് ജീവൻ പിടയുമ്പോഴും ആ പിതാവിൻ്റെ പദ്ധതിയോട്, മനുഷ്യനെ രക്ഷിക്കുവാനുള്ള രക്ഷാകര പദ്ധതിയോട് അനുസരണവും വിധേയത്വവും പുലർത്തിയ കർത്താവ് എല്ലാറ്റിലും ഉപരി ആ പിതാവിൽ തൻ്റെ മാനുഷികതയുടെ ആശ്രയം മുഴുവനും പിതാവിൽ അർപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കാരണം അങ്ങേ കരങ്ങളിൽ ഞാൻ സുരക്ഷിതമാണെന്ന് എനിക്കറിയാം. അങ്ങേ കരങ്ങളിൽ എൻ്റെ രക്ഷയുണ്ടെന്ന് എനിക്കറിയാം. അങ്ങേ കരങ്ങളിൽ ഞാനൊരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നെനിക്കറിയാം. ഈശോയിൽ പ്രിയമുള്ളവരെ, അതുതന്നെയാണ് സങ്കീർത്തകനിലൂടെ നമ്മളിന്ന് കേട്ടതും. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ശാന്തമാവുക. നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ, നീ വല്ലാതെ ബുദ്ധിമുട്ടുന്ന, ജീവിതം ആടിയുലയുന്ന ജീവിതത്തിൻ്റെ കോളിളക്കങ്ങളുടെ നടുവിൽ, നീ നിന്നെ തന്നെ കണ്ടെത്തുവാനും ജീവിതം കരുപ്പിടിപ്പിക്കുവാനും കഷ്ടപ്പെടുന്ന ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളുടെ നടുവിലും ശാന്തമാവുക. ദൈവം നിൻ്റെ കൂടെയുണ്ടെന്ന് നീ മനസ്സിലാക്കുക. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദിവ്യകാരുണ്യം നമ്മോട് പറയുന്നത് അവിടുന്ന് നമ്മുടെ കൂടെയുണ്ടെന്ന് മനസ്സിലാക്കുക. കർത്താവിൻ്റെ നഗരത്തിൽ ദൈവം വസിക്കുന്നു, അതിനിളക്കം തട്ടുകയിൽ. നിൻ്റെ ഉള്ളിൽ, നിൻ്റെ ഭവനത്തിൽ, നിൻ്റെ ജീവിത മേഖലകളിൽ ദൈവം വസിക്കുന്നുണ്ടോ? ദൈവം വസിക്കുന്ന ഒരിടങ്ങളിലും അതിന് ഇളക്കം തട്ടാതെ അവിടുന്ന് കാത്തുകൊള്ളും. നിൻ്റെ ജീവിത നൗകയിൽ കർത്താവ് കിടന്ന് മയങ്ങുന്നുണ്ടെങ്കിൽ, കർത്താവ് നിൻ്റെ തോണിയുടെ അമരത്തുണ്ടെങ്കിൽ നീ എന്തിന് ഭയപ്പെടണം? അവിടുന്ന് നിൻ്റെ ജീവനെ എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളുമെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? നീ നിൻ്റെ ജീവിതത്തിൻ്റെ വിഷമഘട്ടങ്ങളിൽ, ജീവിത ബന്ധങ്ങളിൽ, തകർച്ചകളിൽ, പ്രയാസങ്ങളിൽ, ദുഃഖങ്ങളിൽ ദൈവത്തെ ആശ്രയിക്കുന്നുണ്ടോ? എൻ്റെ ദൈവം എന്നെ കാത്തുകൊള്ളുമെന്ന വിശ്വാസത്തിൽ നിൻ്റെ ജീവിതം നീ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അവിടുത്തെ വിശ്വസ്തതയെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരിക്കലും നമ്മളെ തന്നെ രക്ഷിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാതിരിക്കാം. സൈന്യങ്ങളുടെ ദൈവമാണ് എൻ്റെ അഭയം, അവിടുന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ കോട്ട, അവിടുന്നാണ് എൻ്റെ കർത്താവ് എന്ന ബോധ്യത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ കരങ്ങളിലല്ല, ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ. കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് തൻ്റെ ജീവനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതുപോലെ അവിടുത്തെ കരങ്ങളിൽ നമ്മുടെ ജീവിതം സുരക്ഷിതമാണെന്നൊരു ബോധ്യത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. പലപ്പോഴും പല നേരങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഈ നിമിഷത്തിനപ്പുറം കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അടുത്ത നിമിഷം എന്തായിത്തീരും, അടുത്ത നിമിഷം എൻ്റെ ജീവിതം എങ്ങനെയാകും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെയാണ് നമ്മുടെ വിശ്വാസം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. അടുത്ത നിമിഷം, അടുത്ത കാൽവയ്പ് എന്താകും എന്നറിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നിടത്ത് വിശ്വാസമല്ല, അറിവ് മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രിയമുള്ളവരെ, എൻ്റെ അടുത്ത കാൽവയ്പിൽ എൻ്റെ കർത്താവ് എൻ്റെ കാലടികളെ കാത്തുകൊള്ളും. ഞാൻ എന്താണ്, എങ്ങനെയാണ്, എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുന്നത്. അബ്രാഹാം തൻ്റെ ഭവനം വിട്ട് ദൂരദേശത്തേക്ക് പോയത് ആ ഒരു വിശ്വാസത്തിലാണ്. മോശ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ തിരികെ ഈജിപ്തിലേക്ക് പോയത് ആ ഒരു വിശ്വാസത്തിലാണ്. നോഹ പെട്ടകം നിർമ്മിച്ചത് ഈ ഒരു വിശ്വാസത്തിൽ ആഴപ്പെട്ടാണ്.
ജോസഫ് ദൈവത്തിൻ്റെ കരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഈജിപ്തിനെ പട്ടിണിയിൽ നിന്നും ഇസ്രായേലിനെ ദാരിദ്ര്യത്തിൽ നിന്നുമൊക്കെ കരകയറ്റിയത്. ഈ ഒരു വിശ്വാസമാണ് പ്രിയമുള്ളവരെ നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ആ ഒരു വിശ്വാസത്തിൻ്റെ സാന്നിധ്യമാണ് ദിവ്യകാരുണ്യത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ദിവ്യകാരുണ്യത്തെ നോക്കുമ്പോൾ നമുക്ക് നൽകപ്പെടുന്ന ഏറ്റവും വലിയ ഉറപ്പതാണ്. എൻ്റെ ദൈവം പറയുകയാണ്, ദേ ഇങ്ങോട്ട് നോക്ക്, എന്നിട്ട് ശാന്തമാക്, എന്നിട്ട് തിരിച്ചറിയ് ഞാൻ നിൻ്റെ ജീവിതത്തിൻ്റെ ദൈവമാണെന്ന്. കടലിന് മീതെ നടന്ന കർത്താവിനോട് പറയണം, ഇങ്ങോട്ട് നോക്ക്, നിൻ്റെ പ്രശ്നങ്ങളുടെ മീതെ നടക്കുന്ന അധികാരമുള്ള കർത്താവാണ് ഞാൻ. ആ ഒരു ബോധ്യത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും, പരിഹരിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ കരുതുന്ന പ്രതിസന്ധികളെയും, മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കരുതുന്ന ജീവിത പ്രശ്നങ്ങളെയും, പ്രയാസങ്ങളെയും, പ്രതിസന്ധികളെയും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം. ലോകമാസകലമുള്ള എല്ലാ പാപികളെ കർത്താവെ അങ്ങയുടെ കരുണക്കടലിൽ അങ്ങ് മുക്കിയെടുക്കണമേ. കർത്താവെ, തിരുസഭയെ വിശുദ്ധിയിലും വിശ്വാസത്തിലും നിലനിർത്തണമേ. സ്നേഹത്തിൽ അങ്ങ് നയിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തണമേ. കാരുണ്യവാനായ കർത്താവെ, ഈ നാളുകളിലൊക്കെ ഒത്തിരിയേറെ ആളുകൾ വന്യജീവികളുടെ ആക്രമണത്തിൻ്റെ ഭയത്തിൽ കഴിയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് സുരക്ഷിതത്വം നൽകണമേ. അങ്ങ് കൂടെയുള്ളപ്പോൾ മറ്റെന്ത് ഞങ്ങൾക്കെതിരെ നിൽക്കുമെന്ന ധൈര്യത്തോടുകൂടി അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജോലി തടസ്സം നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സം നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിത ക്ലേശങ്ങളാൽ വലയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എളിയവരായ ഞങ്ങളുടെ പ്രാർത്ഥനകളും അങ്ങേ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി ഈശോ അങ്ങ് ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കരുണയുടെ ആശീർവാദം ഏറ്റെടുക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. നമ്മൾ നിസ്സഹായതയിൽപ്പെട്ടു പോകുന്ന, പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെന്ന് കരുതി നമ്മൾ വിഷമിക്കുന്ന എല്ലാ ജീവിത മേഖലകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവ് ഈ ദിവ്യകാരുണ്യത്തിൽ എന്നോട് പറയുന്നു, ശാന്തമാവുക. എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ പ്രശ്നങ്ങളുടെ മീതെ അധികാരമുള്ള, എൻ്റെ പ്രയാസങ്ങളുടെ മീതെ അധികാരമുള്ള ദൈവമാണ് അവിടുന്ന് തിരിച്ചറിയുക. കർത്താവ്, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ, എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,